നമസ്തേ. തകർക്കപ്പെട്ട ക്ഷേത്രങ്ങൾ പരമ്പരയുടെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 2 ക്ഷേത്രങ്ങളാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. മലപ്പുറം ജില്ലയിൽ ചേലയമ്പ്ര പഞ്ചായത്ത് 7-ാം വാർഡിലുള്ള ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട വെണ്ണായൂർ ശ്രീ സുബ്രഹ്മണ്യ ക്ഷേത്രവും മഹാവിഷ്ണു ക്ഷേത്രവും. ഈ ക്ഷേത്രത്തിൻ്റെ പേര് സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം എന്നാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും അടിച്ചുടച്ച ഈ ക്ഷേത്രത്തിൻ്റെ ഊരാളൻ കോട്ടക്കൽ കിഴക്കേ കോവിലകമാണ്. കോട്ടക്കൽ കിഴക്കേ കോവിലകം അവർക്ക് ഈ ക്ഷേത്രം മാത്രമല്ല, മലപ്പുറം ജില്ലയുടെ പല ഭാഗത്തും നിരവധി ക്ഷേത്രങ്ങൾ, അത്തരം ക്ഷേത്രങ്ങളുടെ ഊരാളന്മാരാണ് കോട്ടക്കൽ കിഴക്കേ കോവിലകം. കിഴക്കേ കോവിലകത്തിൻ്റെ ഒരു ക്ഷേത്ര സങ്കേതമാണ്, ഒരു ക്ഷേത്ര സഞ്ചയമാണ് വെണ്ണായൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രം. ഈ ക്ഷേത്രത്തിൽ ഇവിടെ തന്നെ ദ്വാരപാലകരുടെ ശില്പം തകർത്തിട്ടുണ്ട്, അതുപോലെ നമസ്കാര മണ്ഡപം തകർത്തിട്ടുണ്ട്. തകർക്കപ്പെടലിൻ്റെ അനവധി അവശിഷ്ടങ്ങൾ ഇന്നും നമുക്കിവിടെ കാണാൻ സാധിക്കും. ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആ തകർക്കപ്പെടലിൻ്റെ അവശേഷിപ്പുകൾ നമുക്ക് കാണാം. നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത്, പരദേശികളുടെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും അടിച്ചുടച്ച ഒരു ക്ഷേത്രമാണ്. അതിൻ്റെ അവശിഷ്ടങ്ങൾ നമുക്കിവിടെ കാണാം. ഞങ്ങളുടെ അറിവ് 2000 വർഷം പഴക്കമുണ്ട്. കോവിലാണ് ഇതിൻ്റെ എന്താ പറയുക. പിന്നെ അവരിങ്ങോട്ട് ഇവിടെ ശ്രദ്ധിക്കാതായി. അങ്ങനെ ഞങ്ങൾ ഒരു കമ്മിറ്റി ഉപയോഗിച്ച് ഏറ്റെടുത്തു, ക്ഷേത്രം ഏറ്റെടുത്തു. ഇന്നിപ്പോൾ ഒരു നല്ല രീതിയിലായി തീർന്ന ഈ ക്ഷേത്രം. അതാണ് ഞങ്ങളുടെ ആഗ്രഹം. പൂർവികമായിട്ട് ഈ ക്ഷേത്രം ഇടിഞ്ഞു പൊളിഞ്ഞ് നാമാവശേഷമായ ഒരു അവസ്ഥയിൽ, ആ അവസ്ഥയിൽ നിന്ന് ഇവിടുത്തെ ജനങ്ങളൊരു ചെറിയ കമ്മിറ്റി ഉണ്ടാക്കി ആണ് ഈ ക്ഷേത്രം പരിപാലിച്ചു പോകുന്നത്. പിന്നെ ഇന്നത്തെ ക്ഷേത്രത്തിൽ ആക്കിയത് 2013 കമ്മിറ്റി കൂടി പുനർപ്രതിഷ്ഠ നടത്തി ക്ഷേത്രം ഇപ്പോഴത്തെ സ്ഥിതിയിലാക്കി. അതിന് ശേഷം ഇപ്പോൾ ഈ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി എന്ന് പറഞ്ഞാൽ കിഴക്കേ കോവിലകമാണ്. ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളൊക്കെ നടത്തുന്നത് ഇപ്പം കിഴക്കേ കോവിലകമാണ്. പിന്നെ ക്ഷേത്ര ഉത്സവങ്ങൾ നടത്തുന്നത് ഇപ്പോഴും ഇവിടുത്തെ ക്ഷേത്ര കമ്മിറ്റിയാണ്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ഇപ്പോഴത്തെ ക്ഷേത്രം പുനഃപ്രതിഷ്ഠ നടത്തിയെന്ന് മാത്രമേ ഉള്ളൂ. ക്ഷേത്രത്തിൻ്റെ സ്ഥിതി ഇപ്പോഴും ദയനീയ സ്ഥിതി തന്നെയാണ്. ശ്രീകോവിൽ വരെ ദ്രവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത്, അതുപോലെ തന്നെ മലബാർ കലാപകാലത്തും ഈ ഏരിയയിൽ, ഈ പ്രദേശങ്ങളിൽ നിരവധി ക്ഷേത്രങ്ങൾ തകർത്തതായിട്ട് ബ്രിട്ടീഷ് രേഖകളിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അംശം അധികാരികളുടെ റിപ്പോർട്ട് അത് വളരെ കൃത്യമായ രേഖകളാണ്. ഇവിടെ ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വന്ന ടിപ്പുവിൻ്റെ സൈന്യം, അല്ലെങ്കിൽ പരദേശികളുടെ, നമുക്ക് കുറേ കൂടെ അങ്ങനെ പറയാമെന്ന് വിചാരിക്കുന്നു, പരദേശികളുടെ പടയോട്ടക്കാലത്ത് അക്രമികളായ സംഘം ഇവിടെയുള്ള പടിഞ്ഞാറ് ഭാഗത്തുള്ള ഗോപുരം തകർത്ത് അകത്ത് കയറി, അതിനുശേഷം ഈ ക്ഷേത്രത്തിൻ്റെ ഏറ്റവും മുന്നിൽ ഒരു വലിയ ബലിക്കല്ലുണ്ട്. ആ ബലിക്കല്ല് വലിയ കമ്പിപ്പാര ഉപയോഗിച്ച് പുഴയ്ക്ക് മറിച്ചിടാൻ വേണ്ടി ഒരു ശ്രമം നടത്തി. ഈ ക്ഷേത്രം തകർക്കാൻ വേണ്ടി പരദേശികൾ ഇവിടേക്ക് പടയോട്ടം നടത്തി ഇവിടെ എത്തിയ ആ അക്രമികൾ പരന്ന കമ്പിപ്പാര ഉപയോഗിച്ച് ഈ ബലിക്കല്ല് മറിച്ചിടാനാണ് ആദ്യം ശ്രമിച്ചത്. ഇതിൻ്റെ ഇത് സിമൻറ്റിൽ പേസ്റ്റ് ചെയ്തതല്ല, ഈ
ഈ ബലിക്കല്ലിൻ്റെ ഓരോരോ ഭാഗങ്ങൾ അടുക്കി വെച്ചതാണ്. പഴയ കാലത്ത് ഒരു നിർമ്മാണ രീതി അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടി ഈ കമ്പിപ്പാര എടുത്ത് ഒന്ന് മറച്ചിട്ടാൽ, ഒന്ന് തള്ളിയാൽ ഇത് മറിഞ്ഞു വീഴും. അതിൻ്റെ ഒരു ശ്രമം ഇവിടെ നടന്നു. പരന്ന കമ്പിപ്പാര ഉപയോഗിച്ച് ഈ ഗ്യാപ്പിൻ്റെ ഇടയിൽ കൂടി അകത്തേക്ക് കടത്തിവിട്ട് മറച്ചിടാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ കമ്പിപ്പാര പൊട്ടിപ്പോയി. അങ്ങനെ പൊട്ടിയ ആ കമ്പിപ്പാരയുടെ അവശിഷ്ടം ഇവിടെയുണ്ട്. ആ പൊട്ടിയ ഈ ഗ്യാപ്പിനുള്ളിൽ തന്നെ അത് കിടക്കുകയാണ്. അത് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രങ്ങൾ തകർത്തതിൻ്റെ ഒരു അടയാളമാണ്, ഒരു ചരിത്ര സംഭവമാണ്. ഇതൊരു മഹാക്ഷേത്രമായിരുന്നു. പൂർവിക കേരളത്തിലെ 9 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണ് ഈ വെണ്ണായ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. 1500 കൊല്ലം വരെ പഴക്കമുണ്ട് ക്ഷേത്രത്തിന്. ചുറ്റുമതിലൊക്കെ തകർക്കപ്പെട്ടതാണ്. ടിപ്പുവിൻ്റെ കാലത്ത്, പടയോട്ട കാലത്ത് ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നാശനഷ്ടങ്ങൾ സംഭവിച്ചത്. ചുറ്റുമതിലുള്ള ആനപ്പള്ളയോട് കൂടിയുള്ള മതിലായിരുന്നു ക്ഷേത്രത്തിൻ്റെ. പിന്നെ ഇവിടുത്തെ ആഘോഷങ്ങളിൽ ഒന്നാണ് തൈപ്പൂയ മഹോത്സവം. മകരത്തിലെ പൂയനാളിലാണ് ഉത്സവം കൊണ്ടാടുന്നത്. മയിൽവാഹനത്തിൻ്റെ മുകളിൽ ബാലരൂപത്തിലാണ് ഇവിടെ വന്നിരുന്നത്. ഈ അയ്യപ്പൻ്റെ ക്ഷേത്രത്തിന് നേരെ ബാക്കിൽ ഇതിൻ്റെ മൂലസ്ഥാനമാണ് മയിൽ വന്ന് സുബ്രഹ്മണ്യ സ്വാമി വന്നിരുന്ന സ്ഥലം. ഇനി ഒന്നുകൂടി നവീകരണ കലശം പുനഃപ്രതിഷ്ഠ നടത്തണം. പിന്നെ ചുറ്റമ്പലത്തിൻ്റെ വർക്ക് ചെയ്യണം. തകർന്നതൊക്കെ നന്നാക്കണം എന്നുള്ളതുണ്ട്. ഐതിഹ്യങ്ങളുടെയും ചരിത്രങ്ങളുടെയും കലവറയായ ഒരു സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രമാണിത്. ഈ ക്ഷേത്രത്തിൻ്റെ മുൻവശത്ത് നമുക്ക് കാണാം, ഇത് ദ്വാരപാലകരുടെ ശില്പമാണ്. ദ്വാരപാലകരുടെ ഈ ശില്പം, അതുപോലെ തൊട്ടപ്പുറത്തുമുണ്ട് ദ്വാരപാലകരുടെ ശില്പം. അങ്ങനെ ശ്രീകോവിലിൻ്റെ മുന്നിൽ സാധാരണ ക്ഷേത്രങ്ങളിൽ 2 ഭാഗത്തും ദ്വാരപാലകരുടെ ശില്പമുണ്ടാകും. ഈ ശില്പം സ്വാഭാവികമായിട്ടും ഇതിൻ്റെ നിർമ്മാണ കാലത്ത്, ഇതിൻ്റെ സ്ഥാപന കാലത്ത് അത് കരിങ്കല്ലിൽ തീർത്തതായിരിക്കും. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് പ്രധാനമായും ആദ്യം ആക്രമിക്കുന്ന ഒരു വിഗ്രഹം എന്ന് പറയുന്നത് ഈ ദ്വാരപാലകരുടെ ശില്പമാണ്. ഈ ശില്പത്തിൻ്റെ കൈ വെട്ടിമാറ്റും, അതുപോലെ തന്നെ നെഞ്ച് വെട്ടിമാറ്റും, കഴുത്ത് വെട്ടിമാറ്റും. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രം ആണോ എന്ന് കൃത്യമായി തിരിച്ചറിയണമെങ്കിൽ ആദ്യം ദ്വാരപാലകരുടെ ശില്പം കണ്ടാൽ മതി. പൂർവിക കാലത്ത് വളരെ ഐശ്വര്യവും വളരെ സമ്പൽ സമൃദ്ധിയുമായിട്ട് കഴിഞ്ഞ ഒരു ക്ഷേത്രമായിരുന്നു. അന്ന് ക്ഷേത്രത്തിൻ്റെ വരുമാനം, ഈ ക്ഷേത്രത്തിന് ചുറ്റുപാട് നിന്ന് ഒരുപാട് വയലുകൾ ക്ഷേത്രത്തിൻ്റെ സ്വന്തമായിരുന്നു. അതിൽ നിന്ന് പാട്ടം കിട്ടിയിരുന്നു. ആ പാട്ടമായിരുന്നു ക്ഷേത്രത്തിൻ്റെ വരുമാനം. പിൽക്കാലത്ത് ആ ഭൂമികളെല്ലാം ക്ഷേത്രത്തിന് നഷ്ടപ്പെടുകയും ഭൂപരിഷ്കരണം വന്നതോടുകൂടി ഭൂമിയെല്ലാം നഷ്ടപ്പെട്ടു പോവുകയാണ്. അതോടുകൂടി ക്ഷേത്രം അനാഥമായി, ആരുമില്ലാത്തൊരു അവസ്ഥയായി. ക്ഷേത്രത്തിന് വരുമാനങ്ങളൊന്നുമില്ലാതെ പിന്നീട് ഇത് കിഴക്കേ കോവിലകത്തിൻ്റെ കീഴിൽ വരികയും അവർ ഈ ഭാഗത്തേക്ക് ചിന്തിക്കാത്തൊരു സ്ഥിതിയും വരികയും ചെയ്യുന്നു. എന്നാൽ ഈ അടുത്ത കാലത്ത് അവർ ക്ഷേത്രത്തിലേക്ക് വരികയും ക്ഷേത്രത്തിൻ്റെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുകയും ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ഈ ക്ഷേത്രം 2022 ഞാൻ ഈ ക്ഷേത്രത്തിൽ വന്നിരുന്നു. അന്ന് ഇതുപോലെ ചെമ്പിലൊന്നും പൊതിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അന്ന് എനിക്ക് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഫോട്ടോ പകർത്താനും അതിൻ്റെ അത് ചിത്രീകരിക്കാനും ആ തകർക്കപ്പെട്ട ആ അവശിഷ്ടത്തെക്കുറിച്ച് വളരെ കൃത്യമായി മനസ്സിലാക്കാനും സാധിച്ചു. അതുപോലെ തന്നെ തൊട്ട് അപ്പുറത്തുള്ള ആ ഒരു ശില്പത്തിൻ്റെ കഴുത്ത് വെട്ടിമാറ്റിയ നിലയിലാണ്, കയ്യും വെട്ടിമാറ്റിയിട്ടുണ്ട്. ടിപ്പുവിൻ്റെ പടയോട്ട കാലത്ത് ക്ഷേത്രം നശിപ്പിക്കുകയാണ് ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് ദ്വാരപാലകന്മാർ അങ്ങനെ ബലിക്കല്ലുകൾ ഇതെല്ലാം ഇളക്കി മാറ്റി ഒരുപാട് നാശനഷ്ടങ്ങൾ, വിഗ്രഹങ്ങളെല്ലാം അടിച്ചു പൊട്ടിച്ച് നശിപ്പിച്ചു. പിൽക്കാലത്ത് അത് പുനരുദ്ധാരണത്തോടുകൂടി ആ വിഗ്രഹങ്ങളെല്ലാം മാറ്റിയെടുത്തു. അത് കമ്മിറ്റി വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ചെയ്തത്. പിന്നെ മാതൃസമിതിയും എല്ലാം ചേർന്നിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. ഒരുപാട് ഈ നാട്ടിലുള്ള ജനങ്ങൾക്ക് കൂട്ടിയാൽ കൂടാത്ത ഒരവസ്ഥ, അത്രയും മഹാക്ഷേത്രം ആയതുകൊണ്ട്
അത് കൂട്ടിയാൽ കൂടുന്നില്ല. ഒരുപാട് ജോലികൾ ഇനിയും ഇതിൽ ബാക്കി അവശേഷിക്കുകയാണ്. അത് പൂർത്തിയാക്കിയിട്ട് ക്ഷേത്രം ആ പഴയ കാലത്തെ പ്രൗഢിയിലേക്ക് വരണം എന്നുള്ള ആഗ്രഹം ഇവിടുത്തെ എല്ലാ നാട്ടുകാർക്കും ഉണ്ട്. അത് കഴിയും എന്നൊരു വിശ്വാസത്തിലാണ് ഞങ്ങൾ. ഇനി ഒരു കൗതുകം കൂടെ പറയാം. എന്താണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ദ്വാരപാലകർക്കെതിരെ ഈ രീതിയിലുള്ള അക്രമം നടത്താൻ കാരണം? ടിപ്പു വലിയൊരു വിശ്വാസിയാണ്. അത് പലർക്കും അറിഞ്ഞുകൂടാത്ത ഒരു വസ്തുതയാണ്. അദ്ദേഹം വിചാരിച്ചിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ പട വിചാരിച്ചിട്ടുള്ളത് ഇത് ഈ ക്ഷേത്രത്തിൻ്റെ കാവൽക്കാരാണ്, അതിശക്തിയുള്ള കാവൽക്കാരാണ്. അപ്പോൾ ഇവിടെ കൈ വെട്ടിമാറ്റിയാൽ ഈ ദ്വാരപാലകർക്ക്, ഈ കാവൽക്കാർക്ക് തങ്ങളുടെ സൈന്യത്തെ തിരിച്ചടിക്കാനുള്ള, അതായത് തിരിച്ചുള്ള ഒരു പ്രയോഗം നടത്താൻ കഴിയില്ല. അതുകൊണ്ട് ആദ്യം കൈ വെട്ടുക, തല വെട്ടുക, എന്നതിന് ശേഷം മാത്രമാണ് ഈ ക്ഷേത്രത്തിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാറുള്ളൂ. പ്രവേശിക്കുന്നത് എന്താണ്? ആ വിഗ്രഹം ഇരിക്കുന്ന ഭാഗത്ത് അതിൻ്റെ പീഠത്തിൻ്റെ അടിയിൽ രത്നവും പണവും ധാന്യവും ഒക്കെ ഉണ്ടാവും, വലിയൊരു സമ്പാദ്യമുണ്ടാവും, ധനമുണ്ടാവും. ആ ധനം കൊള്ളയടിക്കുക എന്നതാണ് ടിപ്പുവിൻ്റെയും ടിപ്പുവിൻ്റെ സൈന്യത്തിൻ്റെയും ലക്ഷ്യം. ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ ബലിക്കല്ല് പൊട്ടിച്ച് ഇട്ടതാണ്. അപ്പോൾ പുനഃപ്രതിഷ്ഠ ആയപ്പോൾ പുതിയത് ഉണ്ടാക്കി വെച്ചതാണ്. ഇതൊക്കെ ഈ നമസ്കാര മണ്ഡപം എല്ലാം ഇതും പൊട്ടിച്ച് ഇതാക്കി, ദ്വാരപാലകരെയാണെങ്കിൽ മുഴുവൻ പൊട്ടിച്ച് നാശാക്കി, പിന്നെ പിത്തള തകിട് കൊണ്ട് അത് ഉണ്ടാക്കിയതാണ്. ഒക്കെ പെട്ടതൊക്കെ ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് കാണണം എന്നുള്ള ആഗ്രഹമുണ്ട് ഞങ്ങൾക്കൊക്കെ. എല്ലാവരും അതിന് സഹകരിച്ചിട്ട് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അടിച്ചുടച്ച വിഗ്രഹം, ആ വിഗ്രഹത്തിലാണ് അടുത്ത കാലം വരെ, അത് വിഗ്രഹം കമ്പിയിട്ട് കെട്ടി വിഗ്രഹത്തിലാണ് അടുത്ത കാലം വരെ ഈ ക്ഷേത്രത്തിൽ പൂജ നടന്നിരുന്നത്. അടുത്ത കാലത്താണ് പുനഃപ്രതിഷ്ഠ നടത്തത്. അതിനുശേഷം ഈ തകർക്കപ്പെട്ട വിഗ്രഹം ആറ്റിലൊഴുക്കി. തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങളിൽ ഞാൻ റിസർച്ചിൻ്റെ ഭാഗമായി പോയിരുന്നു. ആ പോയ സ്ഥലങ്ങളിലൊക്കെ ഈ തകർക്കപ്പെട്ട നമസ്കാര മണ്ഡപം കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ വെണ്ണായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള ഈ നമസ്കാര മണ്ഡപം, ഇത്രയും വലിയൊരു മണ്ഡപം ഇതുവരെ ഞാൻ മറ്റു ക്ഷേത്രങ്ങളിൽ കണ്ടിട്ടില്ല. ഇതിൻ്റെ ശില്പചാരുത നമുക്കറിയാം, കരിങ്കല്ലിലാണ്. ഇതിൻ്റെ നോക്കിയാൽ കാണാം, ഇത് കരിങ്കല്ലിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് വിദഗ്ധനായ ഒരു പണിക്കാർ നിർമ്മിച്ചിട്ടുള്ളതാണ്. ഏതോ കാലത്ത്, എനിക്ക് തോന്നുന്നു 1000-1200 വർഷത്തിലേറെ പഴക്കം, 2000-ഓളം വർഷം പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ്. ആ കാലത്തെ ശില്പിയുടെ കരവിരുതിൻ്റെ ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. പക്ഷേ ആ കരവിരുതിനെ തല്ലി തകർത്തു ഹാമറിങ് നടത്തി ടിപ്പു സുൽത്താൻ. ചരിത്രത്തിൽ പറയുന്ന ടിപ്പുവിൻ്റെ പടയുടെ ഹാമർ കൊണ്ട് അടിക്കുക എന്ന് തന്നെയാണ്. നോക്കൂ, ഈ ക്ഷേത്രത്തിൻ്റെ ഈ നമസ്കാര മണ്ഡപത്തിൻ്റെ പല ഭാഗങ്ങളിലും, അതുപോലെ തന്നെ ഇവിടെയുള്ള ചെറിയ ബലിക്കല്ലുകളൊക്കെ ഹാമറിങ്ങിലൂടെ തകർത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ 4 കാലുകൾ, ഈ 4 കാലുകളും നമുക്ക് എവിടെയാണെന്ന് അറിയില്ല. അത് വലിയൊരു നമസ്കാര മണ്ഡപമായിരുന്നു ഈ ക്ഷേത്രത്തിൻ്റെ തന്നെ. നമുക്കറിയാം, ഈ ക്ഷേത്രം ചതുരശ്രീ കോവിലൂടെയുള്ള ഒരു ക്ഷേത്രമാണ്. അത് മാത്രമല്ല ഒരു നില കൂടിയുണ്ട്. അത് മഹാക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തിനാണ് ഒരു ക്ഷേത്രത്തിൽ നിന്നും ഒരു തട്ടുകൂടി ഉണ്ടാവുക. ആ രീതിയിൽ മഹാക്ഷേത്രം, ആ മഹാക്ഷേത്രത്തിൻ്റെ നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത് അതിന് തത്തുല്യമായ രീതിയിലായിരിക്കും. ആ രീതിയിലുള്ള ക്ഷേത്രമാണ് ഇവിടെ തകർത്തിട്ടുള്ളത്. ഇനിയും ഈ ക്ഷേത്രത്തിൻ്റെ തകർത്ത അവശിഷ്ടങ്ങൾ ഇനിയും പല ഭാഗത്ത് കിടക്കുന്നുണ്ട്. നമുക്ക് ആ അവശിഷ്ടങ്ങൾ കൂടി കാണാം. കേരളത്തിലെ ക്ഷേത്രങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ ക്ഷേത്രങ്ങളിലെ ശ്രീകോവിലുകൾ 3 തരത്തിലുള്ള 3 ഭാവത്തിലുള്ള ക്ഷേത്ര ശ്രീകോവിലുകളാണ് നമുക്ക് കാണാൻ സാധിക്കുക. ഒന്ന് ഗജപൃഷ്ഠാകൃതിയിലുള്ള ആനയുടെ
പിൻഭാഗം മാതിരിയുള്ള, അതാണ് ഗജപൃഷ്ഠാകൃതി എന്ന് പറയുക, ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലുകൾ, വട്ട ശ്രീകോവിലുകൾ, അതുപോലെ തന്നെ ചതുര ശ്രീകോവിലുകൾ. ചതുര ശ്രീകോവിലുകൾ അതുപോലെ തന്നെ ഗജപൃഷ്ഠാകൃതിയിലുള്ള ശ്രീകോവിലുകളും അതിപുരാതന ക്ഷേത്രങ്ങളിൽ മാത്രമേ കാണുകയുള്ളൂ. നമ്മുടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അത് ചതുര ശ്രീകോവിലോട് കൂടിയിട്ടുള്ളതാണ്, ചതുരത്തിലാണ്. ഇതിൻ്റെ ഒരു കൗതുകം എന്ന് പറയുന്നത് ഇത് ഏറ്റവും വലിയ ഒരു ശ്രീകോവിലാണ്, ചതുര ശ്രീകോവിലാണ്, സമചതുരത്തിലാണ്. 41 അടി നീളവും 41 അടി വീതിയുമാണ് ഈ ശ്രീകോവിലിനുള്ളത്. അപ്പോൾ ചതുരാകൃതിയിലാണ് ഈ ക്ഷേത്രം. വളരെ പുരാതനമായ ക്ഷേത്രമാണ്. മഹാക്ഷേത്രത്തിൻ്റെ ഒരു ഭാവമാണ് ഈ 2 നിലകൾ. സാധാരണ ക്ഷേത്രങ്ങൾക്കൊക്കെ ഒരു നിലയേ ഉണ്ടാവുള്ളൂ, അതുകൂടെ ഒരു നിലയൂടെ ഉണ്ടാകുന്നതാണ് മഹാക്ഷേത്രങ്ങൾ. അങ്ങനെ ചതുര ശ്രീകോവിലുള്ള ഒരു മഹാക്ഷേത്രമാണ് ഈ വെണ്ണായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. ആ ക്ഷേത്രമാണ് ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ഈ വിധം തകർത്ത് തരിപ്പണമാക്കിയത്. ക്ഷേത്രത്തിൻ്റെ അടിത്തറ, അതായത് ബേസ്മെൻ്റ് എന്ന് പറയുന്നത് കരിങ്കല്ല് കൊണ്ട് നിർമ്മിച്ചതാണ്. വലിയ വലിയ കരിങ്കല്ല് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത്. ഈ കരിങ്കല്ല് ഈ ക്ഷേത്രം പൂർണ്ണമായും തകർക്കാനുള്ള ഒരു ശ്രമം നടന്നിരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്. ഈ ക്ഷേത്രത്തിൻ്റെ ഈ തറയുടെ ചുറ്റുഭാഗം ഇതുപോലെ ഹാമറിങ് നടത്തി അടിച്ചു പൊളിച്ചിട്ടുള്ള ഓരോരോ ദയനീയമായ ആ കാലത്തെ ആ സംഭവത്തിലെ, ആ അക്രമ സംഭവത്തിലെ ഭീകരതയുടെ ഒരു ദൈന്യമായ മുഖമാണ് നമ്മൾ ഇന്ന് ഇവിടെ ഈ കാണുന്നത്. ഇതെല്ലാം ഹാമറിങ് ഉപയോഗിച്ച് തകർത്തതാണ്. പണ്ട് ഈ ക്ഷേത്രം എല്ലാവിധ അതിൻ്റെ ഐശ്വര്യത്തോട് നിലനിന്നൊരു ക്ഷേത്രമാണ്. പിന്നെ ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് ക്ഷേത്രം തകർക്കപ്പെട്ടു. അതിലെ പല അവശിഷ്ടങ്ങളും ഇപ്പോൾ ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ ഉണ്ട്. ചുറ്റുമതിലുകൾ എല്ലാം തകർക്കപ്പെട്ടു. ഇപ്പോൾ ഈ കാണുന്ന ഈ ചെറിയ ചുറ്റുമതിലൊക്കെ ഇവിടെ കമ്മിറ്റി കെട്ടിയുണ്ടാക്കിയതാണ്. അവശേഷിക്കുന്ന ഈ ക്ഷേത്രം അതിൻ്റെ പൂർവ്വ ഐശ്വര്യത്തിൽ സംരക്ഷിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ ജനങ്ങൾ ആവശ്യം. അപ്പോൾ അതെല്ലാം ഒന്ന് പുനരുദ്ധാരണം ചെയ്ത് ക്ഷേത്രത്തിൻ്റെ പൂർവിക സ്ഥിതിയിൽ എത്തണം എന്നുള്ളതാണ് ഇവിടുത്തെ ഭക്തജനങ്ങളായ ഞങ്ങളെ ആവശ്യം. ഇതൊരു തറയാണ്. ഈ തറ പിൽക്കാലത്ത് കിട്ടിയതാണ്. ഇതുപോലുള്ള ഇത്രയും വീതിയിലുള്ള തറ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുഭാഗം ഉണ്ടായിരുന്നു. അതിനു മീതെ മേൽക്കൂര ഉണ്ടായിരുന്നു. അത് മരം കൊണ്ടുള്ള നിർമ്മിതിയായിരുന്നു. അതിമനോഹരമായൊരു ചുറ്റമ്പലമായിരുന്നു. ഈ ചുറ്റമ്പലത്തിൽ തന്നെ ഉപദൈവങ്ങളെ പ്രതിഷ്ഠിച്ചിരുന്നു. ഈ ചുറ്റമ്പലം പൂർണ്ണമായും ടിപ്പുവിൻ്റെ പരദേശികളുടെ പടയോട്ടക്കാലത്ത് പൂർണ്ണമായും തകർക്കുകയാണ്. പൂർണ്ണമായും തകർന്നതിന് ശേഷം ഈ ചുറ്റമ്പലം അന്നൊന്നും ഈ തറയൊന്നുമില്ല. അടുത്ത കാലം വരെ ഈ തറയൊന്നുമില്ല. ഇവിടെ കമ്മിറ്റികൾ രൂപീകരിക്കുന്ന കാലത്ത് അതുവരത്തേക്ക്, ഇതിലേക്ക് ജനങ്ങൾ ശ്രദ്ധിക്കുന്നത് വരത്തേക്ക് ഈ ക്ഷേത്രഭൂമി പൂർണ്ണമായി കാട് മൂടി കിടക്കുകയായിരുന്നു. ആനപ്പള്ള മതിലോട് കൂടിയ ക്ഷേത്രമായിരുന്നു. അതും ഇതുപോലെ തന്നെ തകർന്ന് ആകെ കാട് മൂടി കിടക്കുകയായിരുന്നു. കാട് മൂടി കാടെല്ലാം നീക്കം ചെയ്തതിന് ശേഷം ഈ കമ്മിറ്റിക്കാർ ഇതുപോലെ ഒരു തറ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് മാത്രമാണ്, വാർപ്പിൻ്റെ ആണെങ്കിൽ പോലും, ഒരു 2 ഉപദൈവങ്ങളെ, വേട്ടക്കരനെയും അതുപോലെ തന്നെ ദേവിയെയും പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയ ഒരു രീതിയിലൊരു നിർമ്മാണ പ്രവർത്തനം നടത്തിയിട്ടുണ്ട്. ബാക്കി 3 ഭാഗവും അതുപോലെ ഇനിയും പഴയകാല പ്രൗഢിയോടെ ഈ ചുറ്റമ്പലം നിർമ്മിക്കേണ്ടതുണ്ട്. വെണ്ണായൂർ ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൻ്റെ അതേ കോമ്പൗണ്ടിലുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങൾ തമ്മിലുള്ള അകലം വെറും 10 മീറ്റർ മാത്രമാണ്. ഒരേ കോമ്പൗണ്ടിലാണ്. ആ കാലഘട്ടത്തിൽ പരദേശികൾ നടത്തിയ പടയോട്ടത്തിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തോടൊപ്പം തന്നെ ഈ മഹാവിഷ്ണു ക്ഷേത്രവും തകർക്കപ്പെട്ടിരിക്കുന്നു. നമ്മൾ എന്തൊക്കെയാണോ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ തകർക്കപ്പെടലിൻ്റെ അവശേഷിപ്പുകൾ കണ്ടത്, അതേ അവശേഷിപ്പുകൾ തന്നെയാണ് ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുക. തകർക്കപ്പെട്ട നമ്മുടെ നമസ്കാര മണ്ഡപം, ചുറ്റമ്പലത്തറ, അതുപോലെ തന്നെ ദ്വാരപാലകരുടെ ശില്പം. വെണ്ണായൂർ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ കണ്ടതുപോലെ തന്നെ ആ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിൻ്റെ മുന്നിലെ ദ്വാരപാലകരുടെ ശില്പം തകർത്ത അതേ രീതിയിൽ തന്നെ അതായത് 10 മീറ്റർ ഇപ്പുറമുള്ള അതേ കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന ഈ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശ്രീകോവിലിൻ്റെ മുന്നിലെ ഈ ശില്പവും, അതായത് ദ്വാരപാലകരുടെ ശില്പവും ആ കാലത്തെ പരദേശികളുടെ പടയോട്ടക്കാലത്ത് തകർക്കപ്പെട്ടിട്ടുണ്ട്. ഈ 2 ശില്പവും അവിടെ കണ്ട അതേ സമാനമായ രീതിയിലുള്ള അക്രമമാണ് ഈ ക്ഷേത്രത്തിലും ഈ ദ്വാരപാലകർക്ക് നേരെ നടന്നിട്ടുള്ളത്.
എന്നാൽ ഇപ്പോൾ ആ പഴയകാല തകർക്കലിൻ്റെ അവശിഷ്ടവും നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. അത് ചെമ്പിൽ പൊതിഞ്ഞിരിക്കുകയാണ്. വളരെ സമീപമായി 1.5 വർഷം മുമ്പാണ്, സമീപകാലത്താണ് ഇത് ചെമ്പിൽ പൊതിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് ഈ തകർക്കപ്പെടലിൻ്റെ അവശിഷ്ടം യഥാർത്ഥത്തിൽ ഇതിനകത്ത് ഈ ചെമ്പിൽ ഇങ്ങനെ അടഞ്ഞു കൂടിയിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലെ വിഗ്രഹവും തകർന്ന നിലയിലാണ്. പിന്നീട് അത് പുനഃപ്രതിഷ്ഠ നടത്തിയിട്ടുണ്ട്. അടിച്ചുടച്ചു, മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹവും അടിച്ചുടച്ച നിലയിലാണ്. ചുറ്റമ്പലം തകർത്ത നിലയിലാണ്. വെണ്ണായൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ എന്തൊക്കെ ആണോ കണ്ടത്, അതേ സംഭവം തന്നെ ഇവിടെയും ഈ ക്ഷേത്രത്തിലും മഹാവിഷ്ണു ക്ഷേത്രത്തിലും നടന്നിട്ടുണ്ട്, സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ കാണുന്ന കാഴ്ച. മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ ചെറിയതാണെങ്കിലും അതിഭീകരമായ രീതിയിൽ അവിടെയുള്ള ആ തകർക്കപ്പെടലിൻ്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടെങ്കിലും ഇവിടെ വന്ന് നോക്കുമ്പോൾ അതിനേക്കാളും ഭീകരമായ ഒരു അക്രമമാണ് ഈ ക്ഷേത്രത്തിൽ സംഭവിച്ചിട്ടുള്ളത്. ഹാമറിങ് നടത്തി ഇത് തകർത്തിരിക്കുകയാണ്. ഇതിന് ചുറ്റുഭാഗവും തകർത്ത നിലയിലാണ്. നോക്കൂ, അന്ന് ഹാമറിങ് നടത്തിയ ഇരുമ്പിൻ്റെ ചുറ്റിക കൊണ്ട് അടിച്ചുടച്ച അതിൻ്റെ ചില അവശിഷ്ടങ്ങൾ ഇപ്പോഴുമുണ്ട്. ഇതാ ഈ നമസ്കാര മണ്ഡപത്തിൻ്റെ തറയിൽ നിന്ന് തന്നെ നമുക്കിതിൻ്റെ ഒരു അവശിഷ്ടം കിട്ടിയിരിക്കുന്നു. ഇതുപോലുള്ള അവശിഷ്ടങ്ങൾ ഈ ക്ഷേത്രത്തിൻ്റെ പല ഭാഗത്തും ചിതറിക്കിടക്കുന്നുണ്ട്. അമ്പലം ഞങ്ങൾക്ക് കൂടുതലായിട്ട് ഉയർന്ന് കാണാനെന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ടാണ് എല്ലാവരും നിൽക്കുന്നത്. അതിന് സാമ്പത്തികമായിട്ട് ഞങ്ങൾക്ക് കഴിയണില്ല. അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കുറേ ശ്രമിച്ചു നോക്കി. ഇതിൻ്റെ പുനരുദ്ധാരണത്തിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം സ്ത്രീകൾ 10-50 സ്ത്രീകൾ നടന്ന് പൊറുക്കി കൊണ്ടുവന്ന് കുറേ പൈസ ഇവിടെ ഞങ്ങളെ കമ്മിറ്റിക്ക് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ എന്ത് പരിപാടികളും ഇവിടെ നടക്കുമ്പോൾ മാതൃസമിതി ഉത്സാഹിച്ച് ചെയ്യാറുണ്ട്. നമസ്കാര മണ്ഡപമൊക്കെ പൊളിഞ്ഞ് കിടക്കുകയാണ് 2 അമ്പലത്തിൻ്റെയും. അത് പിന്നെ ഈ അമ്പലത്തിന് ചുറ്റമ്പലം ഉണ്ടല്ലോ, അതൊന്നും ആയിട്ടില്ല. അതൊന്ന് മുഴുവനാക്കണം. അതൊക്കെ ഞങ്ങൾക്ക് ഈ നാട്ടുകാരും ജനങ്ങളും ഒക്കെ തന്നെയാണ് ഇതുവരെ തന്ന് സഹായിച്ചത്. അതേപോലെ ഇനി ഉണ്ടാവണം എന്നാണ് ഞങ്ങളെ ആശ. വെണ്ണായൂർ ശ്രീ സുബ്രഹ്മണ്യ മഹാവിഷ്ണു ക്ഷേത്രത്തിൻ്റെ കാഴ്ചകളും ചരിത്രവും അതുപോലെ വർത്തമാന കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു. മലബാറിൽ ഇതുപോലെ തകർക്കപ്പെട്ട് വിവിധ കാരണങ്ങളാൽ തകർക്കപ്പെട്ട നിരവധി ക്ഷേത്രങ്ങൾ, ടിപ്പുവിൻ്റെ പടയോട്ടക്കാലത്ത് 1921 മാപ്പിള കലാപകാലത്ത് ഇതൊന്നുമല്ലാതെ ക്ഷേത്രങ്ങൾ നോക്കാതെ ഭൂപരിഷ്കരണ നിയമം വന്നതിന് ശേഷം തകർന്ന് സ്വാഭാവിക തകർച്ചയുള്ള ക്ഷേത്രങ്ങൾ, അങ്ങനെ അനവധി ക്ഷേത്രങ്ങൾ വിവിധ കാരണങ്ങളാൽ തകർന്നു കിടക്കുന്നുണ്ട്. അങ്ങനെയുള്ള ക്ഷേത്ര ഭൂമികളിലൂടെയുള്ള ഒരു സഞ്ചാരമാണ് ജനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ധാരാളം ക്ഷേത്രങ്ങൾ, ഓരോരോ ക്ഷേത്രങ്ങളിൽ കയറി ചെല്ലുമ്പോഴും നമ്മുടെ സിരകളെ ധമനികളെ മരവിപ്പിക്കുന്ന കാഴ്ചകളാണ് ഇന്നും നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം കാഴ്ചകളുള്ള ക്ഷേത്രങ്ങൾ വരും എപ്പിസോഡുകളിൽ കാണാം. അടുത്ത ക്ഷേത്രത്തിൽ വീണ്ടും കാണാം. അതുവരേക്ക് നന്ദി, നമസ്കാരം.